അതും ഇരട്ടക്കുട്ടികളെ 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 ഇരട്ടക്കുട്ടികളെ. അതിലൊരു കുഞ്ഞിനെ പൊന്നനിയത്തിക്ക് വളർത്താൻ കൊടുത്തു. നിങ്ങൾ ആരും അറിയാതെ എല്ലാവരെയും ചതിച്ചോണ്ട്. അതാണ് പത്മിനി എന്ന പപ്പി. നീ ഇപ്പൊ വീണ്ടും പുതിയ കഥയായിട്ട് വന്നിരിക്കല്ലേ? എന്തിനാടി ഇങ്ങനെ കള്ളക്കഥകളും പറഞ്ഞ് ഞങ്ങളെ ദ്രോഹിക്കുന്നത്? എന്ത് തെറ്റാടി ഞങ്ങൾ നിന്നോട് ചെയ്തത്? തെറ്റ് ചെയ്തത് ഇവളാ, ഈ ശാലിനി. ഇവള് ചെയ്ത തെറ്റ് മൂടി വെക്കാൻ വേണ്ടി ഇവള് ശ്യാമയെ ബലിയാടാക്കി. അല്ലെങ്കിൽ ഇവള് പറയട്ടെ, പപ്പി ഈ വീട്ടിൽ വന്നു കയറിയതിന് പിന്നിൽ ഇവളുടെ ബുദ്ധി വർക്ക് ചെയ്തിട്ടില്ല എന്ന് ഇവള് പറയട്ടെ. നിനക്ക് എന്താ സുസ്മിതേ, ഭ്രാന്ത് പിടിച്ചോ? ജയിലിൽ കിടന്നപ്പോ തലയ്ക്ക് നല്ല തട്ട് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ. പിച്ചും പേയും വിളിച്ചു പറഞ്ഞ് ഈ ഫംഗ്ഷൻ അലങ്കോലമാക്കാനാണ് നീ ഇങ്ങോട്ട് കയറി വന്നേ. നാണമില്ലേ എനിക്കിങ്ങനെ എല്ലാ കഥകളും പറഞ്ഞു നടക്കാൻ? ഇല്ലാ കഥയാണോ അല്ലയോ എന്നൊക്കെ തെളിവ് സഹിതം തന്നെയാ ഞാൻ വന്നേക്കുന്നത്. ഞാൻ പറയുന്ന ഓരോ കാര്യത്തിനും എന്റെ കയ്യിൽ തെളിവുണ്ട്. പപ്പിയെ പ്രസവിച്ചത് ശ്യാമയല്ല, ശാലിനിയാണ്. പപ്പിയും സത്യയും ശാലിനി ഒരേ സമയം ഒരേ ഹോസ്പിറ്റലിൽ പ്രസവിച്ചതാ. ഇതെല്ലാം ഈ ജില്ലാ കളക്ടർ എന്നോട് തന്നെ പറഞ്ഞ് സമ്മതിക്കുന്ന വീഡിയോ ഞാനിപ്പോ കാണിച്ചു തരാം. എന്നിട്ട് മാത്രം നിങ്ങളെല്ലാരും വിശ്വസിച്ചാ മതി. നാവ് കൊണ്ട് പറഞ്ഞു ഫലിപ്പിക്കാതെ തെളിവ് കാണിക്കേ.